ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ആദ്യം മുകളിലുള്ള ആരോട് നന്ദി പറയാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് മുൻപൈ സാറിനോടും ആൻസി മാമിനോടുമാണ്. കാരണം ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ എഫേർട്ട് മാത്രമല്ല, ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്, ഒരുപാട് പേരുടെ അനുഗ്രഹമുണ്ട്, അതുപോലെ ഒരുപാട് സ്ട്രഗിൾസും ഉണ്ട് അതിൻ്റെ പുറകിൽ. എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് സാംസൺസ് മെഡ്ലൈൻ അക്കാദമിയാണ്. എല്ലാം കൊണ്ടും ഞാൻ അവരോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ജേർണി എന്ന് പറയുമ്പം ഫസ്റ്റ് റാങ്ക് ആയിരിക്കും എല്ലാവരും കാണുന്നത്, പക്ഷേ അതിൻ്റെ മുന്നേ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്, സക്സസ് ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷം വീണ്ടും ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റാണ് ഫസ്റ്റ് റാങ്കിലേക്ക് എത്തിയത്. 2020 DME DHS എക്സാമിൽ DMEയിൽ സപ്ലിമെൻ്ററിയിലും DHSൽ 47th റാങ്കുമായിരുന്നു. അപ്പം അന്ന് PSCക്ക് ഒരു സിലബസ് ഉണ്ടെന്നോ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നോ ഒന്നും അറിയാതെ പോയ ഏതൊരു എക്സാമാണത്. അന്ന് എല്ലാവരും പറഞ്ഞു അതിന് മുന്നേ DHSൽ 44 റാങ്ക് വരെയൊക്കെ കയറിയിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ബുസ്താനെ കയറും എന്ന് പറഞ്ഞു. അപ്പോൾ അന്നൊരു വിശ്വാസമായിരുന്നു, കിട്ടിയല്ലോ. കാരണം ഫസ്റ്റ് എക്സാമാണ്, ഒരു മാസം വർക്കിൻ്റെ ഇടയിലാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ എന്തായാലും കിട്ടുമെന്നും പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു കിട്ടി, 47th ഒക്കെ ആകുമ്പോൾ എന്തായാലും കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കൊറോണ വന്നത്. കൊറോണ വന്നു, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു 1-2 ഇയേഴ്സ് ആയപ്പോൾ കിട്ടൂല എന്ന് ഉറപ്പായി. അപ്പോൾ ആ സമയത്താണ് പിന്നെ PG ചെയ്യുന്നതൊക്കെ. അപ്പോൾ അയാൾക്ക് കിട്ടൂല എന്ന് ഉറപ്പായി. ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഗവൺമെൻറ് സർവീസിൽ കയറണം. കാരണം വീട്ടിൽ ഞാൻ മൂത്താളാണ്, ഫാമിലി ഒരു ആവറേജ് ഫാമിലിയാണ്. അപ്പോൾ വീട്ടിൽ ഉപ്പാണ് ഏണിംഗ് ആയിട്ടുള്ള ഒരാൾ. ഞങ്ങളെ 3 മക്കളാണുള്ളത്. ഞങ്ങളെ 3 മക്കളെയും പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഉപ്പയും ചെയ്തു തന്നത്. അവരുടെ ഉമ്മേൻ്റെ ആഗ്രഹമാണ് ശരിക്കും ഞങ്ങൾ 3 ആളും പഠിക്കണം, എവിടെയെങ്കിലും എത്തണം എന്നൊക്കെ ഉള്ളത്. ഉപ്പയും അതിനെ ബാക്ക് സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവരുടെ കഷ്ടപ്പാട് കണ്ടതുകൊണ്ടാണ് എന്തായാലും ഒരു സർവീസിൽ കയറണം, ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി ഉണ്ടാവുമല്ലോ, ഏണിങ്സ് ഉണ്ടാവുമല്ലോ എന്നൊക്കെ കരുതിയത്. അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിച്ച് പിന്നെ കിട്ടൂല എന്നായപ്പം പിന്നെ അതൊരു കനലായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ DME DHS എക്സാമിൻ്റെ സമയത്താണ് അനലിസ്റ്റ് എക്സാമും വന്നത്. അപ്പോൾ ആ അനലിസ്റ്റ് എക്സാമിന് 7 വാക്കൻസി ഉണ്ടായിരുന്നത്. DME DHS ആകുമ്പോൾ ഒരുപാട് വാക്കൻസി ഉണ്ടാവുമല്ലോ, ഇപ്പോൾ അനലിസ്റ്റിന് പഠിക്കാൻ സമയമില്ല, സിലബസ് ഉണ്ടെന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അനലിസ്റ്റിന് പഠിക്കേണ്ട, 7 വാക്കൻസി ആയതുകൊണ്ട് പഠിക്കേണ്ട, മറ്റത് പഠിക്കാമെന്ന് അന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് അനലിസ്റ്റിൻ്റെ ലിസ്റ്റ് വന്ന് 40ഓളം ആളുകൾ കയറി. അപ്പോഴാണ് വാക്കൻസി കണ്ടിട്ട് പഠിക്കാതിരിക്കരുതെന്ന് തോന്നിയത്. അപ്പം അങ്ങനെ 2 വർഷം ആ എക്സാം കഴിഞ്ഞതിന് ശേഷം കിട്ടുമെന്ന് ഉറപ്പിച്ചല്ലോ. അപ്പോൾ പിന്നെ അടുത്ത എക്സാമിനൊന്നും പഠിച്ചതുമില്ല, അതിലൊന്നും ലിസ്റ്റിൽ വരാനും പറ്റിയില്ല, സപ്ലിമെൻ്ററിയിൽ പോലും വരാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് PG കഴിയുന്ന സമയത്താണ് ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാം വരുന്നുണ്ടെന്ന് അറിഞ്ഞ്. പറഞ്ഞ സമയത്ത് എന്തായാലും അനലിസ്റ്റിന് 7 വാക്കൻസി പഠിക്കാത്തത് കൊണ്ടാണല്ലോ കിട്ടാത്തത്. അപ്പോൾ DAക്ക് എന്തായാലും പഠിച്ച് നോക്കാം, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, കിട്ടി പോയാൽ പോയി എന്നായിരുന്നു മനസ്സിൽ. അപ്പോൾ DAക്ക് നോട്ടിഫിക്കേഷൻ വന്ന് 2023 നോട്ടിഫിക്കേഷൻ വന്ന് വന്നപ്പം പഠിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള സിലബസ് വന്നില്ല. അങ്ങനെ പഠിച്ച് തുടങ്ങി. മീൻസ് പഠിക്കാൻ ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം BPharmന് സീനിയേഴ്സിൻ്റെ ബുക്ക് വാങ്ങും, ഫസ്റ്റ് ഇയറിൽ സീനിയേഴ്സിൻ്റെ ബുക്ക് വാങ്ങും, സെക്കൻഡ് ഇയർ ആകുമ്പോൾ തിരിച്ചു കൊടുക്കും, സെക്കൻഡ് ഇയറിന് തേർഡ് ഇയേഴ്സിൻ്റെ ബുക്ക് വാങ്ങിക്കും. അങ്ങനെ കാരണം ബുക്കൊന്നും വാങ്ങിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ബുക്ക് വാങ്ങിച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ 4th ഇയർ കഴിയുമ്പോൾ പറയാം കയ്യിലൊരു ബുക്കും ഇല്ല, നോട്ട്സും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സിലബസ് വരുന്നതിൻ്റെ മുന്നേ അനലിസ്റ്റിൻ്റെ സിലബസ് ഉണ്ടല്ലോ, അപ്പോൾ ആ സിലബസാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സിലബസ് സ്റ്റാർട്ട് ചെയ്ത് കോഗ്നോസൊക്കെ ഇങ്ങനെ ടെക്സ്റ്റിലൊക്കെ നോക്കി അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ഡ്രഗ് ഇൻസ്പെക്ടറിൻ്റെ സിലബസ് വന്നു, കംപ്ലീറ്റ് സിലബസ് മാറി. അപ്പോൾ പഠിക്കാൻ ബുക്കില്ല, ഒന്നുമില്ല, എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അനലിസ്റ്റ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ബെറ്റ്സിയുടെ ഒരു വീഡിയോ കണ്ടു. അപ്പോഴാണ് സാംസൺസ് മെഡ്ലൈൻ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ബെറ്റ്സിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ എൻ്റെ ഫ്രണ്ടാണ്.
അപ്പോൾ അവൾ വഴി മിസ്സിനോട് ചോദിച്ചു, അങ്ങനെ സംസൺസിൽ നോട്ട്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഫോണിൽ നോക്കി പഠിക്കേണ്ട കാര്യമില്ല, നല്ല ടീച്ചേഴ്സാണ്, നല്ല സ്റ്റാഫാണെന്നൊക്കെ അറിഞ്ഞു. അന്ന് ഓൺലൈനാണ് കോഴിക്കോട്, മീൻസ് കോഴിക്കോട് ഓഫ്ലൈൻ ബാച്ച് ഇല്ല, എറണാകുളത്താണുള്ളത്. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. നോട്ട്സിന് വേണ്ടിയിട്ടാണ് അന്ന് ജോയിൻ ചെയ്തത്. എക്സാംസ് ഒന്നും ഞാൻ അങ്ങനെ അറിയില്ലല്ലോ. അങ്ങനെ ആ എക്സാമിന് വേണ്ടിയിട്ട് DAക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു. സിലബസ് കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചതല്ല, കാരണം അത്രയും വലിയൊരു സിലബസ് ആയിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളും പഠിക്കുന്ന സമയത്ത് ഉണ്ടായി. സാറ് പറഞ്ഞ പോലെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പം ഒബ്സ്റ്റാക്കിൾസും ചാലഞ്ചസൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല, അത് സത്യമാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് പഠിച്ചു പോയത്. ആ 2 മാസമാണ് സത്യം പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത്. ഉപ്പ പണി കഴിഞ്ഞ് വരുമ്പോൾ ഉപ്പ പറയും, ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടൊരു പോയിന്റ് എത്തുമ്പോൾ മതിയെന്ന് തോന്നുമല്ലോ. അപ്പോൾ ഉപ്പ പണി കഴിഞ്ഞിട്ട് 5 മണിയാകുമ്പോഴാണ് വരിക. അപ്പോൾ ഉപ്പ പറയും, ഈ ഒരു ജോലിയിൽ എത്തിയിട്ട് വേണം 2 ദിവസം എനിക്ക് ലീവ് എടുക്കാൻ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇനിയും പഠിക്കണം, നിർത്താൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഉമ്മയാണെങ്കിൽ രാത്രി പഠിക്കുന്ന ആളാണ്. ഞാനൊരു 2 മണി വരെയൊക്കെ പോകും പഠിക്കുന്നത്, പിന്നെ ഉറക്കം ഉണ്ടാവില്ല. 2 മണി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പഠിച്ച സ്റ്റേജിലെത്തി പിന്നെ ഉറക്കം ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ എണീക്കാൻ വൈകും. അപ്പോൾ ഉമ്മയാണ് എല്ലാം ചെയ്തു തരാറ് വീട്ടിലുള്ള, കാരണം പഠിക്കാമെന്ന് മാത്രം പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ, വീട്ടിലുള്ള കാര്യങ്ങളും നോക്കണമല്ലോ. അപ്പോൾ ഉമ്മയാണ് അതൊക്കെ ചെയ്തത്. അങ്ങനെ ആ 2 മാസം എല്ലാം കൊണ്ടും ഉള്ളിലൊരു കനലും ഉണ്ടായിരുന്നു, കുറേ പ്രതിസന്ധികളുണ്ടായിരുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ടായിരുന്നു. അതെല്ലാം ഒരുമിച്ച് ആ ഒരു എക്സാമിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് അപ്ലൈ ചെയ്തു. പിന്നെ ഒരു പോയിന്റിൽ 1 മാസം, കാരണം നോട്ട്സ് പുതിയതാണ്, അതെല്ലാം ഷോർട്ട് നോട്ട് ആക്കി, കാരണം എനിക്ക് ഒറ്റ തവണ വായിച്ചാൽ മനസ്സിലാവുന്ന ഒരാളല്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ഷോർട്ട് നോട്ടാക്കി എഴുതി റിവൈസ് ചെയ്ത് ടെസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് വരെ റിവൈസ് ചെയ്താലേ എനിക്കത് അവിടെ ഫിക്സ് ആവുള്ളൂ. അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അതെല്ലാം ഷോർട്ട് നോട്ട് 1 മാസം കൊണ്ട് എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് എത്തിയപ്പം എനിക്ക് പഠിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് എത്തി. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സാറിന് മെസ്സേജ് അയച്ചിരുന്നു, സാറേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ആ ഒരു മെസ്സേജ് മാത്രം, കാരണം സാറിന് എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു ആ സമയത്ത്. ഞാൻ വേറെ ടീച്ചേഴ്സിനൊക്കെ മെസ്സേജ് അയക്കും. സാറിന് ഞാനന്ന് മെസ്സേജ് അയച്ചു, സാറിന് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സാറൊന്നും റിപ്ലൈ തന്നില്ല. സാറ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു, ബുസ്താനയല്ലേ, കാരണം എന്നെ അറിയില്ല, നമ്പർ മാത്രമല്ലേ, ബുസ്താനയല്ലേ, ടെസ്റ്റൊക്കെ ചെയ്ത് നോക്ക്, അപ്പോൾ മാർക്ക് ഇങ്ങനെ കൂടി വരും, അപ്പോൾ കുറച്ചുകൂടെ ഒരു മോട്ടിവേഷൻ ആവും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ സമയം കഴിഞ്ഞ് പിന്നെ സാറിന് ഞാനൊരു മെസ്സേജ് അയച്ചു, ഐ പിക്ക് അപ്പ് മൈസെൽഫ്, എന്നിട്ട് ഒരു പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് ഞാൻ സാറിന് അയച്ചു കൊടുത്തു. അവിടെ നിന്ന് ആണ് ഇവിടെ വരെ എനിക്ക് എത്താൻ പറ്റിയത്. എക്സാം കഴിഞ്ഞു. ആ ഒരു എക്സാം കഴിഞ്ഞപ്പം ഒരു എന്താ പറയുക, എക്സാമിന് പോകണമെന്ന് വരെ എനിക്ക് വേണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ പഠിച്ചത്. എന്ന് വെച്ചാൽ അനലിസ്റ്റ് ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ് കിട്ടാതായത്. ഇത് ഞാൻ ശ്രമിക്കാത്തത് കൊണ്ട് കിട്ടിയില്ല എന്നുള്ളൊരു റിഗ്രറ്റ് ഉണ്ടാകരുതെന്ന് മാത്രമാണ് ഞാൻ പഠിക്കുമ്പോൾ ആലോചിച്ചത്. അതേപോലെ പഠിക്കാൻ ഞാൻ ഡിസ്ട്രാക്ഷൻസ് കുറേ ഉള്ള ആളാണ്. ഫോണായാലും അല്ലാതെ നമ്മൾ വേറെ ഒരാൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ 1 മണിക്കൂറൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കും. അപ്പം ഇങ്ങനെ ഡിസ്ട്രാക്ഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ മേഘ ഉണ്ട്, എനിക്കറിയില്ല ആരാണെന്ന് പോലും ആ സമയത്ത് അറിയണ്ടായില്ല. മേഘ എന്ന് പറഞ്ഞൊരാൾ എന്നെ ഫോൺ ചെയ്തു, നമുക്ക് കമ്പൈൻ സ്റ്റഡി നടത്തിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയാത്തൊരാളാണ്, എന്നാലും കുഴപ്പമില്ല, കമ്പൈൻ സ്റ്റഡിക്കല്ലേ, കാരണം നമ്മളും അങ്ങനെ തുടങ്ങിയ ആളാണ്. അപ്പോൾ കമ്പൈൻ സ്റ്റഡി നടത്താം, ഡിപ്ലോമക്കാണ് അന്ന് പഠിച്ചത്. അപ്പോൾ കമ്പൈൻ സ്റ്റഡി നടത്താമെന്ന് പറഞ്ഞിട്ട് അവളാണ് ശരിക്കും എന്നെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്ന ആൾ. പിന്നെ അവൾ സാംസൺസ് കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു. അവിടെ നിന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണുന്നത് ആളെ. ഇപ്പോൾ ആളും ലിസ്റ്റിലൊക്കെ വന്നു. അങ്ങനെ അവളെയും വിളിക്കും. പിന്നെ എനിക്ക് ആ സ്ട്രെസ് ആകുമ്പം വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെയും വിളിക്കും. ഒരു 5 മിനിറ്റ് സംസാരിക്കും. 1 മണിക്കൂറുള്ളത് കുറച്ചിട്ട് 5 മിനിറ്റായിട്ട് സംസാരിക്കും. അപ്പോഴും അവർക്കൊക്കെ ആഗ്രഹമായിരുന്നു എന്തായാലും നീ പഠിക്കണം, കാരണം അന്ന് ഇത്രയും ശ്രമിച്ചിട്ട് കിട്ടാതെ പോയതല്ലേ, അപ്പം ഈ ഒരു എക്സാമും കൂടി ഉള്ളതിന് വേറെ വരികയാണെങ്കിൽ നമുക്കറിയാം 3 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ശ്രമിക്കണം, പഠിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ആ എക്സാം നല്ല രീതിയിൽ, എക്സാമിൻ്റെ തലേ ദിവസം ഞാനിങ്ങനെ ആലോചിച്ചു, കാരണം എനിക്ക് കുറേ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു 60 എബോവ് എനിക്ക് അതുവരെ മാർക്ക് കിട്ടിയിട്ടില്ല. 60ൻ്റെ മുകളിൽ ഇതുവരെ ഒരു PSC എക്സാമിൽ മാർക്ക് കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് എല്ലാവരും 60ൻ്റെ മുകളിലൊക്കെ കിട്ടുന്നത്? കാരണം കിട്ടിയവരോടൊക്കെ ഞാൻ മെസ്സേജ് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എന്ത് ചെയ്താലും
എങ്ങനെ ആൻസർ ചെയ്താലും പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്, വേറെ ആർക്കുമല്ല. അത് ഞാൻ ഏറ്റെടുത്തു. ആ ഒരു എക്സാം ഞാനത് അപ്ലൈയും ചെയ്തു. കാരണം തെറ്റ് പറ്റിയാലും ശരി വന്നാലും പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. അപ്പോൾ ആ റിട്ടേൺ എക്സാം നല്ല രീതിയിൽ വന്നു. അന്ന് ഞാൻ മാർക്കൊന്നും നോക്കില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അഞ്ജുഷ മാം മെസ്സേജ് അയച്ചു പറഞ്ഞു, മാർക്ക് നോക്കിയോ, നോക്ക് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി. അപ്പോൾ ഒരു എങ്ങനെയാണെന്നല്ലേ സാറിന് ഓർമ്മ ഉണ്ടാവും, 70+ ആണ് അനലിസ്റ്റിന്. സാറിന് ഞാൻ ചോദിച്ചിരുന്നു എത്ര മാർക്കാണ് കഴിഞ്ഞ തവണ ഫസ്റ്റ് റാങ്കിന് കിട്ടിയത്. സാറ് പറഞ്ഞു 70 ആണ്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, അപ്പോൾ 70-ന് മുകളിൽ കിട്ടിയാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിലോ അല്ലെങ്കിൽ ഒരു 5 റാങ്കിൻ്റെയൊക്കെ വരുള്ളൂ ഇല്ലേ. അപ്പോൾ അതൊന്നും നോക്കേണ്ട പുസ്തകന, നമുക്ക് നോക്കാം. അങ്ങനെയാണ് സാറ് പറഞ്ഞത്. സാറ് നല്ല മോട്ടിവേറ്റ് ചെയ്ത്. കാരണം നമുക്കൊരു നിരാശ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ട് പറയുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് ആ നിരാശയിൽ നിന്ന് മുന്നോട്ട് പോരാൻ വേണ്ടി പറ്റും. സാറങ്ങനെ കുറേ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാം കഴിഞ്ഞു. പിന്നെ അപ്പോൾ അഞ്ജു ചേച്ചിയാണ് പിന്നെ മെസ്സേജ് അയച്ച് അങ്ങനെ ഞാൻ എന്നെ സാംസണിലേക്ക് എത്തിച്ചു ജോലിയായിട്ട്. കാരണം ആ എക്സാമിന് 2 മാസം പഠിക്കുമ്പം PG കഴിഞ്ഞിട്ടാണ് ഞാൻ ആ എക്സാം എഴുതുന്നത്. അപ്പോൾ ആ സമയത്ത് ഫിനാൻഷ്യലി, കാരണം എല്ലാവരും ചോദിക്കുമല്ലോ, BPharm വരെ പഠിച്ചു, അത് കഴിഞ്ഞ് PG കഴിഞ്ഞു, ഇനിയും പഠിക്കാണോ എന്നുള്ള ചോദ്യമാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. അപ്പോൾ ജോലിക്ക് പോകുന്നില്ലേ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് അപ്പോൾ ഞാൻ JDT-യിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. എക്സാമിൻ്റെ ഇടയിലാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. എന്നെ എടുത്തു, വേറെ ഒരാളെ എടുത്തു. അപ്പോൾ കൂടെ ഉള്ളവർ വിചാരിച്ചു ജോലി കിട്ടി. അപ്പോൾ സന്തോഷമൊക്കെ അറിയിച്ചു, ജോലി കിട്ടി, നീ കയറിക്കോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ബുസ്താന പോയിക്കോളൂ, ഇനി ഇൻ്റർവ്യൂ ഉണ്ടാകുമ്പോൾ വിളിക്കാം. അപ്പോൾ അന്ന് ആ വരാന്തയിൽ എന്നിട്ട് ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും ആഗ്രഹിച്ച് പ്രിപ്പയർ ചെയ്തിട്ടൊരു ജോലി കിട്ടാതായത്, എന്തുകൊണ്ടായിരിക്കും. അന്ന് വിഷമിച്ചിരുന്നു. പിന്നെയാണ് മനസ്സിലായത്, അത് കഴിഞ്ഞിട്ടാണ് ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാം, 1 മാസം കഴിഞ്ഞിട്ടാണ് എക്സാം. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചവനായിട്ട് തരാതിരുന്നതായിരിക്കും ആ ജോലിയെന്ന് സത്യം പറഞ്ഞാൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം സാംസണിൽ എനിക്കൊരു നല്ലൊരു ജോലി കിട്ടി. അതും എന്താ പറയുക, മുകളിലെ ആൾ എന്തോ എവിടെയോ കരുതി വെച്ചത് എന്നപോലെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇൻ്റർവ്യൂ, 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇൻ്റർവ്യൂ വരുന്നത്. ആ ഇൻ്റർവ്യൂവിനാണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. കാരണം കഷ്ടപ്പെടുന്നവർക്ക് എന്തും കഷ്ടപ്പാട് കൂടെ ഉണ്ടാവും. പക്ഷേ അവസാനം എന്തായാലും ഒരു വിജയം മുകളിൽ ആൾ തരും എന്ന് വിശ്വസിക്കുകയാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കുണ്ടായ ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ആണത്. ഇൻ്റർവ്യൂവും അന്ന് ഞാൻ വിചാരിച്ചു ഇൻ്റർവ്യൂവിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചു. കാരണം അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റി. അത് കഴിഞ്ഞിട്ട് IMS തൃശ്ശൂർ, ആ ഇൻ്റർവ്യൂ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി. കാരണം അതിന് മുന്നേ DME DHS ഞാൻ 47th റാങ്ക് എന്ന് പറഞ്ഞല്ലോ, ആ ഇൻ്റർവ്യൂ എൻ്റെ പറ്റ പോക്കായിരുന്നു. കാരണം സച്ച് ബ്ലെൻഡർ എന്ന് പറഞ്ഞാൽ 12-13 മാർക്കൊക്കെ എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയത് 10 മാർക്കാണ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ട്. അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി സെക്കൻഡ് IMS ഇൻ്റർവ്യൂവിന് എൻ്റെ മനസ്സിലതുണ്ട്. IMS കഴിഞ്ഞാൽ ഡ്രഗ് ഇൻസ്പെക്ടറിൻ്റെ ഇൻ്റർവ്യൂ വരും. അപ്പോൾ അവിടെ എനിക്ക് എന്തോ ഫാൾട്ട് പറ്റി. ഡ്രഗ് ഇൻസ്പെക്ടറിൻ്റെ ഇൻ്റർവ്യൂവിന് എനിക്ക് ഫാൾട്ട് വരാൻ പാടില്ല. അപ്പോൾ അതിനുള്ളൊരു കച്ചിത്തുരുമ്പാണ് നടുക്ക് വന്ന ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഇൻ്റർവ്യൂവിന് പോയത്. ആ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി, നല്ലൊരു മാർക്കും അവർ പറഞ്ഞു, കൺഗ്രാറ്റ്സ്, വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, 10-ൽ നിന്ന് എന്തായാലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രഗ് ഇൻസ്പെക്ടറിൻ്റെ ഇൻ്റർവ്യൂ വന്നു. പക്ഷെ നമ്മൾ വിചാരിക്കും എല്ലാം ഓക്കെ ആവും എന്ന് വിചാരിക്കുമ്പോഴാണ് വീണ്ടും നമുക്ക് തിരിച്ചടികൾ വരിക. ഈ ഡ്രഗ് ഇൻസ്പെക്ടർ ഇൻ്റർവ്യൂവിന് സത്യം പറഞ്ഞാൽ ഫുൾ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു കനലുണ്ടായിരുന്നു ഉള്ളിൽ. കാരണം അത് ഞാനിങ്ങനെ കത്തിച്ച് കൊണ്ടുവരികയാണ്. ആ കനൽ വരെ കെട്ടുപോയൊരു സാഹചര്യത്തിലായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് മനസ്സിലായി, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറുതായിട്ടെങ്കിലും നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു നന്മ നമ്മൾ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ കൂടെ വരും. കാരണം ഞാനൊന്നും ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു പോയിന്റ് വരെ എന്നെ കൊണ്ട് എത്തിച്ചത് കുറേ മനുഷ്യന്മാരാണ്, നല്ല മനുഷ്യരാണ്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങി, കാരണം എനിക്ക് അത്രയും മോശമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് ആൻസർ ചെയ്യാൻ അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ ആയില്ല. അപ്പോൾ എനിക്കറിയാം അന്ന് 10 പിന്നെ ഒരു നല്ല മാർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു മിഡിലോ അല്ലെങ്കിൽ ബാക്കോട്ടോ പോകാനേ സാധ്യതയുള്ളൂ ഇൻ്റർവ്യൂവിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങി സെക്കൻഡ് ബാച്ചിൽ ഫസ്റ്റത്തെ ആളായിട്ടാണ് ഞാൻ കയറിയത്. അപ്പം ഇറങ്ങി അപ്പോൾ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പുറത്ത് ഞാൻ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നിട്ട് കരഞ്ഞു. കാരണം അത്രയും ഞാൻ പിടിച്ചു വെച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. കഴിഞ്ഞ് ഇറങ്ങി സ്റ്റെപ്പിൽ നിന്നിട്ട് ഞാൻ കരയാണ്. കരഞ്ഞിട്ട് ഞാൻ അൻസി മാമിനെ വിളിച്ചു, ഉന്മേഷ് സാറിനെ വിളിച്ചു. അവർ പറഞ്ഞു ഇനി ഒക്കെ മുകളിലുള്ള ആളെ കയ്യിലാണ്.
ബുസ്താനൻ്റെ പാട്ട് ബുസ്താന ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്, സൊബിയ, തൻസിയ, അവരും പറഞ്ഞു കരയരുത്, ഒക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് റിസൾട്ട് വരെ കാത്തിക്കാം. അങ്ങനെ ലാസ്റ്റ് റിസൾട്ട് വരാൻ വേണ്ടി ഞങ്ങൾ കുറേ, ഞാനും സൊബിയും തൻസിയൊക്കെ ഞങ്ങൾ 3 പേര് ഇൻ്റർവ്യൂവിന് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പഠിച്ചത്. ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്കറിയുന്ന ഞാൻ ഷെയർ ചെയ്യും, അവർക്കറിയുന്ന അവർ ഷെയർ ചെയ്യും, അങ്ങനെ പഠിച്ചു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഇൻ്റർവ്യൂ മീൻസ് ലിസ്റ്റ് വരുന്നതിൻ്റെ കുറേ മുന്നേ നമുക്കറിയാം 1 മാസം കഴിഞ്ഞാൽ വരും. അപ്പോൾ അങ്ങനെ വിളിച്ചു. അപ്പോൾ ഇന്ന് വരില്ല, നാളെ വരില്ല, 2 ദിവസം കഴിയുമെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ജനുവരി 21-നാണ് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 20-ൻ്റെ അന്ന് മീൻസ് 20 ഞാൻ വിചാരിച്ചു ഇന്ന് വരില്ല, അപ്പം ഇനി കഴിഞ്ഞിട്ട് നാളെ നോക്കണ്ട, നാളെയും വരില്ലായിരിക്കും, വെറുതെ വിളിച്ച് നമ്മൾ ടെൻഷൻ ആവണ്ട വിചാരിച്ചിട്ട് 21-ന് ലിസ്റ്റ് വരുന്നത് വൈകുന്നേരമാണ്. ഞാൻ രാവിലെ ഇങ്ങനെ ബുക്കിലിങ്ങനെ എഴുതി, ലിസ്റ്റ് ഇന്ന് വന്നാലും നാളെ വന്നാലും ഒന്നും നീ നോക്കണ്ട, നിൻ്റെ മുകളിൽ എത്ര റാങ്ക് ഉണ്ടെങ്കിലും താഴെ എത്ര റാങ്ക് ഉണ്ടെങ്കിലും നീ എത്ര താഴെയാണെങ്കിലും നീ ശ്രമിച്ചല്ലോ, നിൻ്റെ പാട്ട് നിനക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി ഒക്കെ പഠിച്ചവൻ്റെ കയ്യിൽ എത്ര റാങ്കിൽ താഴെയാണെങ്കിലും മുകളിലുള്ള ആളെ റാങ്കിൽ സന്തോഷിക്കുക, അൽഹംദുലില്ലാ എന്ന് പറയുക. അങ്ങനെ വിചാരിച്ച് ഒക്കെ എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ടതാണ്. അന്ന് വൈകുന്നേരം ഒരു ഗ്രൂപ്പ് കോൾ വന്നു, ഒരു 5 മണിയായപ്പോൾ. ഞാൻ വിചാരിച്ചു ഇന്നും റിസൾട്ട് വന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് സൊബിയും തനിസിയും വിളിച്ചതാണെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം കോൾ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 പ്രാവശ്യം ഗ്രൂപ്പ് കോൾ വരണമെന്നുണ്ട്, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ എടുത്ത പാടെ പറഞ്ഞു റിസൾട്ട് വന്നു. ഞാൻ പറഞ്ഞു വെറുതെ പറ്റിക്കല്ലേ, പറഞ്ഞു ഇല്ല ബുസ്താന വന്നു. അപ്പോൾ എന്താ ചോദിച്ചു, നിനക്ക് ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എന്ത് ഇമോഷൻസിലൂടെയാണ് ഞാൻ പോയതെന്ന് എനിക്കറിയില്ല, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് അറിയണ്ടായില്ല. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത കാര്യമല്ല അത് ഫസ്റ്റ് റാങ്ക് എന്നുള്ളത്. പഠിക്കുന്ന സമയത്തും ഇങ്ങനെ എഴുതി ചുമരുമല ഒട്ടിച്ച് വെക്കും, 5 റാങ്കിൻ്റെ ഉള്ളിൽ വന്നാൽ ജോലി കിട്ടും. കാരണം DA വിളിച്ചത് 3 വേക്കൻസിക്കാണ്. കാരണം 3 വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു 5 റാങ്കിൻ്റെ ഉള്ളിലെങ്കിലും ഉണ്ടെങ്കിലേ 3 വർഷത്തിൻ്റെ ഉള്ളിൽ ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ 5 റാങ്കിൻ്റെ ഉള്ളിൽ വരണേ എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ അറിയണ്ടായില്ല. എനിക്ക് ഓർമ്മയില്ല, സാറും വിളിച്ചിട്ടുണ്ട്, ആൻസിമാമ വിളിച്ചിട്ടുണ്ട്, ഞാൻ എന്താ മറുപടി പറഞ്ഞെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു ജേണി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് മാത്രം കടപ്പെട്ടതല്ല, എൻ്റെ പിറകിൽ എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ടീച്ചേഴ്സ്. മെയിൻ പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കാരണം എൻ്റെ കയ്യിൽ ബുക്ക് ഇല്ലാത്ത സമയത്ത് എനിക്ക് ബുക്കായിട്ട് എൻ്റെ മുന്നിൽ വന്നത് സാംസൺസ് മെർലൈനാണ്. അത് കഴിഞ്ഞ് എനിക്കൊരു പ്രതിസന്ധി വന്നപ്പം ഒരു ജോലി വന്നത് സാംസൺസ് മെർലൈനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തളർന്നു പോയപ്പം എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും സാറും മാമുമാണ്, മിസ് സാറും ആൻസി മാമുമാണ്. അവരോട് ഞാൻ മരണം വരെ ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ എൻ്റെ ഉപ്പ ഉമ്മ അവരെ സന്തോഷമാണ്. കാരണം ആ റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ ബാക്കിൽ ഞാൻ നോക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത്. കാരണം ഉമ്മയും ഉപ്പയും ഒരു സൈഡിലൂടെ PSC റാങ്ക് കിട്ടി വിളിച്ചു പറയുന്നു, അനിയനും സിസ്റ്ററൊക്കെ ആണെങ്കിൽ ഓഫീസിൽ നിന്നിട്ട് അവർ ഓഫീസ് വിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി. കാരണം എൻ്റെ സന്തോഷത്തെക്കാളിലും ഞാൻ മറ്റുള്ളവർ എൻ്റെ സക്സസ്സിൽ ഹാപ്പിയായി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. കാരണം അത് കാണുമ്പോൾ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം എഴുതുന്ന സമയത്ത് പോലും അത് എൻ്റെ ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമായിട്ട് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. പക്ഷെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴാണ് ആരൊക്കെയോ മെസ്സേജ് അയച്ചു. സത്യം പറഞ്ഞാൽ അതൊന്നും എനിക്ക് എങ്ങനെ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് പോലും മനസ്സിലായില്ല. അവരോടൊക്കെ ഞാൻ താങ്ക്സ് പറയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് ഞാൻ താങ്ക്സ് പറയാണ്. ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിച്ച മെത്തേഡ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം, മുന്നേ റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികളോട് എങ്ങനെ പഠിച്ചു എന്നുള്ളത് ചോദിക്കുകയാണ്. അവരെന്തൊക്കെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തു, അതേപോലെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടു. അപ്പോൾ അവരുടെ പലരുടെയും മെത്തേഡ്സ് കമ്പൈൻ ചെയ്തിട്ട് എനിക്കതിൽ ഏത് പറ്റും എന്നാണ് ഞാൻ ചിന്തിച്ചത്. കാരണം എനിക്ക് അറ്റ് എ ടൈം ഒരൊറ്റ കറിയിൽ നീണ്ടു പോകുന്നുണ്ടോയെന്ന്, അറ്റ് എ ടൈം ഒരു സബ്ജക്റ്റ് മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ആ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഒരു സബ്ജക്റ്റിലേക്ക് പോകാനും കഴിയുള്ളൂ. ആ ഒരു സബ്ജക്റ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞൊരു പോർഷൻ അവിടെ വെച്ച് പോയാൽ രണ്ടാമത്തെ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇത് വരും, അത് കഴിഞ്ഞില്ലല്ലോ, കംപ്ലീറ്റ് സബ്ജക്റ്റ് തീർക്കാത്തൊരു ഫീലാണ്. ആ ഒരു കുഞ്ഞു പോർഷൻ അവിടെ വിട്ടുപോയാൽ ആ ഒരു ഫുൾ സബ്ജക്റ്റ് തീർക്കാത്തൊരു ഫീലാണ് മനസ്സിൽ. കാരണം രണ്ടാമത്തേലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ മനസ്സ് കിടക്കും, അത് നോക്കിയില്ല എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആ സിലബസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് മൊഡ്യൂൾസിൽ എന്തൊക്കെ ഉണ്ട് ഈച്ച് ആൻഡ് എവറി ലൈൻ അത് നോക്കിയിട്ട് ഷോർട്ട് നോട്ടാക്കി എഴുതി. പിന്നെ ഷോർട്ട് നോട്ടാണ് മെയിനായിട്ട്.
പിന്നെ പറയുകയാണെങ്കിൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് ഈവൻ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം കുളിച്ചാൽ നീരിറങ്ങുന്നൊരു ടൈപ്പ്. അപ്പോൾ അതുപോലും ഞാൻ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു. കാരണം രാവിലെ എണീറ്റ പാടെ കുളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ്. കാരണം എനിക്കറിയാം എൻ്റെ ഡ്രോബാക്സ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, ഓരോ ഇൻഡിവിജ്വലും ഓരോ രീതിയിലായിരിക്കും, ഓരോരുത്തരുടെ കപ്പാസിറ്റി ഓരോ രീതിയിലായിരിക്കും, ഓരോരുത്തരുടെ ആഗ്രഹം. ഇവിടെ ഇരിക്കുന്ന ഞാനൊരു ഫസ്റ്റ് റാങ്ക് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും മോശമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. കാരണം എല്ലാവരും ഈക്വലി ഫസ്റ്റ് റാങ്കിന് തുല്യരാണ്. കാരണം നിങ്ങളെല്ലാവരുടെ എഫേർട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചത്, നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ സ്റ്റോറി ഉണ്ടാവും. ഇതെൻ്റെ സ്റ്റോറി മാത്രമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും. ഇപ്പം എൻ്റെ സ്ട്രാറ്റജിയിൽ ഞാൻ അപ്ലൈ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമാവുമെന്ന് കരുതിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ നോട്ട്സ് എഴുതുക, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, അതേപോലെ ഈവൻ ഫുഡ് വരെ ഞാൻ കൺട്രോൾ ചെയ്തു. കാരണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഉറക്കം വരും. അപ്പോൾ അതുകൊണ്ട് ആ പോർഷൻ വരെ കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ ആ എക്സാമിനെ മീൻസ് അത്രയും കാര്യങ്ങൾ ഞാൻ അതിൽ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഉറക്കം ഒരു ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ എനിക്കറിയാം എക്സാം രാവിലെ 7:15 എന്നും ഞാൻ 10 മണിക്ക് എണീക്കുകയാണെങ്കിൽ 7:15 ആകുമ്പോഴത്തേക്കും എന്താവും, ആ എക്സാം ഹാളിൽ ഞാൻ പോയി ഉറങ്ങും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമാണ് എനിക്ക് എക്സാമിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ സ്ലീപ്പ് സൈക്കിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്ത് രാവിലെ നേരത്തെ എണീക്കാനല്ല. ഡോക്ടർ അടുത്ത് വരെ പോയിരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, പുസ്തകാനൊക്കെ ഒരു എക്സാം ഉള്ളതുകൊണ്ടല്ലേ ടെൻഷൻ, അതുകൊണ്ട് അതിന് മരുന്നൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം നേരത്തെ എണീറ്റ് ശീലിച്ചാൽ മതി. അങ്ങനെ ആ സ്ലീപ്പ് സൈക്കിളും ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചു. അപ്പോൾ അതെല്ലാം കൂടെയാണ് ഫൈനലി ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇനി പഠിക്കുന്ന കുട്ടികളോടും ഇങ്ങനെ ഒരു PSC അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് വരാൻ ആഗ്രഹമുള്ളവരോടും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ശ്രമിച്ചിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് വിധിച്ചിട്ടില്ല എന്നെങ്കിലും വിചാരിക്കാം. ശ്രമിക്കാതിരുന്നിട്ട് കിട്ടാതെ ആണെങ്കിൽ അതൊരു റിഗ്രറ്റ് ആയിരിക്കും, കുറ്റബോധമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏത് എക്സാം മുന്നിൽ വന്നാലും നമ്മൾ ശ്രമിക്കുക, നമ്മളെ 100% നമ്മൾ ഇടുക. എന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ എന്നാലും നമ്മൾ ഹാപ്പിയാണ്. ശ്രമിച്ചിട്ട് കിട്ടായിട്ടല്ലേ, പ്രശ്നമില്ല. ശ്രമിക്കാതെ ഇരുന്നിട്ട് കിട്ടാത്തതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ എഫേർട്ട് എല്ലാത്തിലും ഇടുക. അതുപോലെ ഒരു പോയിന്റിൽ ഞാൻ നിന്ന് പോകുന്നു തോന്നിയപ്പോൾ സാറിനോട് ഞാൻ ചോദിച്ചിരുന്നു, സാർ ഹൗ ക്യാൻ ഐ ഹാൻഡിൽ ഫെയിലിയർ? സാറിന് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. സാറ് പറഞ്ഞൊരു ആൻസർ പെർസീവറൻസ്, സ്ഥിരോത്സാഹം. നമ്മൾ തോറ്റുപോയാലും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു വാക്കാണ് സാറ് പറഞ്ഞത്. റിസൾട്ട് വന്നതെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു, ഹൗ ക്യാൻ ഐ ഹാൻഡിൽ സക്സസ്? അതും ഞാൻ സാറിനോട് ചോദിച്ചു. അതൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല, എങ്ങനെ സക്സസിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക, എനിക്ക് എല്ലാ ഒരു പോയിന്റിലും അഡ്വൈസ് തന്നൊരു ആളാണ് ഉന്മേഷ് സാറ്. സോ എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുന്നു. ഉന്മേഷ് സാറിനോട്, അൻസി മാമിനോട്, സാംസൺസ് മെർലിൻ അക്കാദമിയോട്, അതേപോലെ ശരത് സാറിനെ ഞാൻ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഒരു പ്രോഗ്രാമിനാണ് സാറിനെ ഞാൻ ദൂരെ നിന്നാണ് കണ്ടത്, പക്ഷേ സാറിനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഇന്ന് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, എത്തിക്സ് നമ്മൾ കൈവിടരുത്, നമ്മളെ സിൻസിയറിറ്റി നമ്മൾ കൊണ്ടുപോവുക, അതേപോലെ റെസ്പെക്റ്റ് കൊടുക്കുക, അതുപോലെ എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ ട്രൂ ടു യുവർ സെൽഫ് ആയിരിക്കുക എന്നുള്ളൊരു പോയിൻ്റാണ്. താങ്ക് യു സോ മച്ച് സാർ.